രാഹുൽ മാങ്കൂട്ടത്തെ ജാമ്യം അനുവദിച്ചുകൊണ്ട് കോടതി ചില ചോദ്യങ്ങൾ ചോദിച്ചു. ഒരു വശത്ത് ആ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ മറുവശത്ത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ശക്തമായ അഭിപ്രായം പറയാതെ ഷാഫി പറമ്പിൽ പുറത്തുണ്ട്. എങ്ങനെയെങ്കിലും വെളുപ്പിച്ച് കുളിപ്പിച്ചെടുത്ത് രാഹുൽ മാങ്കൂട്ടത്തിനെ വീണ്ടും രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റുമോ എന്ന് ഒളിഞ്ഞും തെളിഞ്ഞും ഷാഫി പറമ്പിൽ സഹായിക്കുന്നു എന്നൊരു വാദം അതിശക്തമായി കോൺഗ്രസ് വേദികളിലും പ്രത്യേകിച്ച് സ്ത്രീകളുടെയും കോൺഗ്രസ് വനിതകളുടെ ഇടയിൽ അതിശക്തമായുണ്ട്. KSU പെൺകുട്ടികളുടെ ഇടയിലൊക്കെ അതിശക്തമായൊരു വാദമുണ്ട്. ഇവിടെ വളരെ കൃത്യമായ ചില നൈതികതയുടെ കാര്യങ്ങൾ ചർച്ച ചെയ്തുകൊണ്ട് അല്ലാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല. അതായത് കോടതി പറഞ്ഞിടത്ത് നിന്ന് തുടങ്ങണം. കോടതി എന്താ പറഞ്ഞത്? കല്യാണം കഴിച്ചിട്ടില്ലാത്ത രാഹുൽ മാങ്കൂട്ടത്തിന് ഉഭയകക്ഷി സമ്മതപ്രകാരം എത്ര സ്ത്രീകളുമായി ബന്ധം വരുന്നതിൽ എന്താണ് തെറ്റ് എന്നുള്ളതാണ്. അങ്ങനെ കോടതി ചോദിക്കുമ്പോൾ കോടതി മറ്റൊരു കാര്യം മറന്നു പോകുന്നു. അതായത് വളരെ കൃത്യമായി കോടതി അത് നിയമത്തിലോ ഭരണഘടനയിലോ എഴുതി വച്ചിട്ടില്ല. പക്ഷേ നമ്മുടെ രാജ്യത്തെ കീഴ്വഴക്കങ്ങൾ, നമ്മുടെ രാജ്യത്തെ ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ കീഴ്വഴക്കങ്ങളായി വന്നിട്ടുള്ളത് പൊതുരംഗത്തേക്കിട്ട് വരുന്നവർ, അത് ലൈബ്രറിയുടെ പ്രസിഡന്റ് ആവട്ടെ, റെസിഡൻസ് അസോസിയേഷന്റെ പ്രസിഡന്റ് ആകട്ടെ, അമ്പല കമ്മിറ്റി പ്രസിഡന്റ് ആവട്ടെ, സെക്രട്ടറി ആകട്ടെ, തുടങ്ങി സഹകരണ ബാങ്ക് ആകട്ടെ, പഞ്ചായത്ത് ആകട്ടെ, പാർലമെന്റ് വരെയുള്ള തെരഞ്ഞെടുക്കപ്പെടുന്ന വേദികളിൽ നിന്ന് പൊതുപ്രവർത്തകർ പാലിച്ചു കൊണ്ടുവരുന്ന ഒരു പൊതു മാനദണ്ഡമുണ്ട്, ഒരു പൊതു സോഷ്യൽ കോഡ് ഉണ്ട്, ഒരു ജനറൽ സോഷ്യൽ കോഡുണ്ട്. ആ കോഡെന്ന് പറയുന്നത് അങ്ങനെ വരുന്ന പൊതുപ്രവർത്തകരായി വരുന്നവർ, പ്രത്യേകിച്ച് ജനപ്രതിനിധികളായിട്ട് വരുന്നവർ മിനിമം ചില കാര്യങ്ങൾ പാലിക്കപ്പെട്ടു പോയിട്ടുണ്ട്. അവർക്ക് ഒരുപാട് സ്ത്രീകളെ കിട്ടും, ചാൻസ് ഉണ്ട്. അധികാരം ഉപയോഗിച്ചുകൊണ്ട് സ്ത്രീകളെ കിട്ടും, പണം ഉപയോഗിച്ചുകൊണ്ട് സ്ത്രീകളെ കിട്ടും, ട്രാപ്പ് ചെയ്തുകൊണ്ട് സ്ത്രീകളെ കിട്ടും, ഹോട്ടലുകളിൽ സൗകര്യങ്ങൾ കിട്ടും. കാരണം MLA ആകുമ്പോൾ, മന്ത്രിയൊക്കെ ആകുമ്പോൾ വലിയ സൗകര്യങ്ങൾ കിട്ടും. കേരളത്തിൽ സൗകര്യം കിട്ടിയെങ്കിൽ ബാംഗ്ലൂരോ ഹൈദരാബാദിലോ തമിഴ്നാട്ടിലോ കന്യാകുമാരിയിലോ ദുബായിലോ കൊണ്ട് വലിയ സൗകര്യങ്ങൾ കിട്ടും. ഈ സൗകര്യങ്ങൾ ഉപയോഗിച്ച് സ്ത്രീകളെ കല്യാണം കഴിക്കാമെന്നും വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞ് പ്രണയിച്ചും മോഹിപ്പിച്ചും ഗർഭിണിയാക്കിയും റേപ്പ് ചെയ്തുമൊക്കെ ഇങ്ങനെ ഒരുപാട് സ്ത്രീകളെ ഉപയോഗിക്കാൻ വിവാഹം കഴിച്ചെന്നുള്ള ഒറ്റ കാര്യം കൊണ്ട് ലൈസൻസ് വേണോ എന്നുള്ളത് കോടതി ചോദ്യം ചെയ്യേണ്ട ഒരു കാര്യമാണ്. പൊതുസമൂഹം ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ്. കാരണം ഒരു വ്യക്തി എന്നുള്ള നിലയിൽ സ്വകാര്യമായി ജീവിക്കുന്ന വ്യക്തികൾ അവർക്ക് ഇഷ്ടമുള്ള രീതിയിലൊക്കെ അവർ ജീവിക്കും. അത് മറ്റൊരാളിന് ശല്യമില്ല, അവർ പൊതുപ്പണം ഉപയോഗിക്കുന്നുമില്ല. അതേസമയം പൊതുപ്പണം ഉപയോഗിക്കുകയും പൊതു സംവിധാനങ്ങൾ ഉപയോഗിക്കുകയും സർക്കാർ സംവിധാനങ്ങളിൽ നിന്ന് ശമ്പളം വാങ്ങുകയും ചെയ്യുമ്പോൾ കൃത്യമായ ഒരു മിനിമം കോഡ് ഉണ്ടാകണ്ടേ? അത് വളരെ കൃത്യമായ ഒരു ചോദ്യമാണ്. പൊളിറ്റിക്സിൽ അത് ഉണ്ടാകുന്നില്ല. പഴയ കാലത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഒരുപക്ഷെ ദൈവചിന്ത കൊണ്ടായിരിക്കാം. അമ്പലത്തിൽ പോകുന്നവരുണ്ട്, പള്ളിയിൽ പോകുന്നവരുണ്ട്, മുസ്ലിം പള്ളിയിൽ പോകുന്നവരുണ്ട്, അവർ ഓരോ വിഭാഗത്തിൽപ്പെട്ടവർ. അതായത് വിശ്വാസത്തിന്റെ ഭാഗമായിട്ടായിരിക്കാം, കുടുംബത്തിൽ നിന്ന് കിട്ടുന്ന വിദ്യാഭ്യാസത്തിന്റെ ഭാഗമായിട്ടായിരിക്കാം, സ്കൂളിൽ ചെല്ലുമ്പോൾ കിട്ടുന്ന കഥയുടെയും അതുപോലെ ഒരുപാട് സാരോപദേശ കാര്യങ്ങളും സദാചാര കാര്യങ്ങളും ഒക്കെ പഠിക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു സമൂഹത്തിലൊക്കെ. ലൈബ്രറിയിൽ ഉണ്ടായിരുന്നു. അമ്പല കമ്മിറ്റികൾ എടുത്തു കഴിഞ്ഞാൽ വരുന്നത് പുഷ്പനെ അറിയാമോ എന്നുള്ള പാട്ടുകളോ അല്ലെങ്കിൽ മറ്റങ്ങനൊന്നുമല്ല. അവിടെയൊക്കെ വളരെ മൂല്യങ്ങളുള്ള ഏത് കഥയെടുത്താലും പാട്ടെടുത്താലും അതിലൊരു സന്ദേശം ഉണ്ടായിരിക്കും. ഏതൊരു മൃഗങ്ങളുടെ കഥ എടുത്താലും അതിൽ സന്ദേശം ഉണ്ടാകും, കാക്കയുടെ കഥ എടുത്താലും സന്ദേശം. അപ്പോൾ മുഴുവൻ മനുഷ്യ മനസ്സിനെ വളരെ കൃത്യമായി നന്മയിലേക്ക് കൊണ്ടുപോകുന്ന ഒരുപാട് കാര്യങ്ങൾ. അന്ന് അങ്ങനെ വളർന്നു വന്ന ചെറുപ്പക്കാരുടെ ഒരു നിര തന്നെ ഉണ്ടായിരുന്നു. 36 വയസ്സിൽ മുഖ്യമന്ത്രിയായ AK ആന്റണി ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. 27 വയസ്സിൽ MLA ആയിട്ടുള്ള രമേശ് ചെന്നിത്തല ഇപ്പോഴും ഇവിടെ ജീവിച്ചിരിപ്പുണ്ട്. ചെറിയ പ്രായത്തിൽ തന്നെ MLA മാരും MP മാരും ആവുകയും വളരെ കൃത്യമായി അവരെ സ്വകാര്യ ജീവിതത്തെയും പൊതുജീവിതത്തെയും വ്യത്യസ്തമായി കൊണ്ടുപോവുകയും പൊതുജീവിതത്തിൽ ജനങ്ങൾക്ക് വലിയ ഉപദ്രവം ഉണ്ടാക്കാത്ത രീതിയിൽ അവർ കാര്യങ്ങൾ ചെയ്തു പോവുകയാണ്. അവരെല്ലാവരും പുണ്യവാളന്മാരും സത്യസന്ധരും. രാത്രി സന്ധ്യ സൂര്യൻ അണഞ്ഞാൽ അറിയാം ഓരോരുത്തരുടെ ഗുണമെന്നൊക്കെ പറയാറുണ്ട്. ആയിക്കോട്ടെ, പക്ഷേ പൊതുസമൂഹത്തിൽ നിന്ന് ആരുടെ പരാതിയോ പരിഭവമോ അല്ലെങ്കിൽ എന്നെ റേപ്പ് ചെയ്തു, എന്നെ ബലാത്സംഗം ചെയ്തു, എന്നെ പറ്റിച്ചു, എൻ്റെ നിന്ന് പണം വാങ്ങി, എന്നെ ട്രാപ്പ് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് ആരും വരുന്നില്ല. അവിടെയാണ് 3-4 സ്ത്രീകൾ വന്നതും രാഹുൽ മാങ്കൂട്ടത്തിൽ ചിരിക്കാൻ എങ്ങനെ കഴിയുന്നു ഇയാൾക്ക് എന്നുള്ളതാണ്. ഇയാൾക്ക് ഒരു ഉളുപ്പെങ്കിലും ജീവിതത്തിൽ വേണ്ടേ? ഇത്ര പ്രാവശ്യം ഒളിവിൽ പോയി, ഇത്രയും ദിവസം ജയിലിൽ കിടന്നു, എത്രയോ കേസുകൾ, ജാമ്യം, എന്നിട്ടും പത്രക്കാർ കാണുമ്പോൾ ചിരിക്കുന്നു. എന്തോ ഒരു മാനസിക വിഭ്രാന്തി ഉണ്ട്, അല്ലെങ്കിൽ ഒരു മാനസിക രോഗം ഉണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ. പക്ഷെ ആ രാഹുൽ മാങ്കൂട്ടത്തിനെ ഒരു സംരക്ഷിച്ച് നിർത്തുന്ന, സമാധാനപരമായി രഹസ്യമായി ഒന്ന് സംരക്ഷിച്ച് നിർത്തുന്ന ഒരു ഇടപെടൽ ഷാഫി പറമ്പിലിന്റെ ഭാഗത്തു നിന്നുണ്ടോ? നാളിതുവരെ രാഹുൽ മാങ്കൂട്ടത്തിനെ ഷാഫി പറമ്പിൽ തള്ളി പറഞ്ഞിട്ടില്ല. തള്ളിപ്പറയാതിരിക്കുന്നത് 2 കാരണങ്ങൾ കൊണ്ടാണോ? ഒന്ന്, രാഹുൽ മാങ്കൂട്ടത്തിൽ ഇതുപോലെ ഒരുപാട് കഥകൾ ഷാഫിയെക്കുറിച്ചോ കൂടെയുള്ളവരെ കുറിച്ചോ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കയ്യിൽ കഥയോ ഡോക്യുമെന്റോ ഉണ്ടെങ്കിൽ പുറത്തുവിടുമെന്നുള്ള ഭയമാണോ? അതോ എന്താണ് രാഹുൽ മാങ്കൂട്ടത്തിനെ തള്ളിപ്പറയാൻ ഷാഫി പറമ്പിലിന് ഇന്നലെ വരെ കൂടെ നിന്നത് കൊണ്ടാണോ? ഇന്നലെ വരെ കൂടെ നിന്നതാണെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തള്ളി പറയണ്ടേ? അതല്ലേ അതിൻ്റെ ഒരു രാഷ്ട്രീയത്തിന്റെ നൈതികത.
അതില്ല എന്ന് മാത്രമല്ല, ചേർത്ത് നിർത്തുന്നു എന്ന് പറയുമ്പോൾ കേരള സമൂഹത്തിന് കൊടുക്കുന്ന ഒരു മെസ്സേജ് എന്താണ്? പുതിയ തലമുറയ്ക്ക് കൊടുക്കുന്ന മെസ്സേജ് എന്താണ്? എന്ത് തെറ്റും തെമ്മാടിത്തരവും എന്തും ഇവിടെ ചെയ്യാം, പണവും അധികാരവും ഉണ്ടെങ്കിൽ നമുക്കത് വെളുപ്പിച്ചെടുക്കാം എന്നുള്ളതല്ലേ. അതൊരു സുഖകരമായ രാഷ്ട്രീയമല്ല, അത് കൗതുകമുള്ള രാഷ്ട്രീയമല്ല, മനോഹാരിതയുള്ള രാഷ്ട്രീയമല്ല, അങ്ങനെ മുന്നോട്ട് പോകുന്നത് ശരിയുമല്ല. അപ്പോൾ വളരെ കൃത്യമായി ഇതൊന്ന് ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട്. കേരളത്തിന്റെ രാഷ്ട്രീയ രംഗത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ മലീമസമായിട്ടുള്ള ഈ അശ്ലീലാവസ്ഥ ചർച്ച ചെയ്യാതെ പോയാൽ, ഒരു വശത്ത് ഇത് നടക്കുമ്പോൾ മുകേഷിനെ പോലുള്ള ആളുകൾ MLA ഇപ്പോഴും തുടരുകയാണ്. ഒരു മുഖ്യമന്ത്രി ഓഫീസിൽ ഒരു ലൈംഗിക കേസിൽപ്പെട്ട ഒരാൾ ആ മുഖ്യമന്ത്രി ഓഫീസിൽ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിട്ടിരിക്കുകയാണ്. ഇതുപോലെ ലൈംഗിക കേസിൽപ്പെട്ട മറ്റൊരാൾ, പാലക്കാട്ടുള്ള ഒരാൾ KTDCയുടെ ചെയർമാനായിട്ടിരിക്കുകയാണ്. അപ്പോൾ വേറൊരാൾ പാർട്ടിയുടെ വലിയ നേതാവായിട്ടിരിക്കുകയാണ്. ഏത് പാർട്ടി എടുത്താലും അവിടെയെല്ലാം ഇത്തരത്തിലുള്ള ഒരുപാട് കുഴപ്പങ്ങളിൽ പോയി ചാടുകയും ആ സമൂഹത്തിൽ നിന്ന് പൊതുസമൂഹം കുറെ കൂടി ഉയർന്നു ചിന്തിക്കുന്ന സമൂഹത്തിൽ അത്തരത്തിൽ ചിന്തകളും സന്ദേശങ്ങളും കൊടുക്കേണ്ടവർ ഇങ്ങനെ പോകുമ്പോൾ അതിനെ ന്യായീകരിക്കുകയും കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യുകയും കരുതലോടെ കരുണയോടെ കൂടെ പിടിച്ചു നിർത്തുകയും കൂടെ അണയ്ക്കുകയും ചെയ്യുമ്പോൾ ഈ പൊതുസമൂഹത്തിന് വലിയ സങ്കടമാണ്, നഷ്ടമാണ്, ഒരു ദിശാബോധത്തിന്റെ ഒരു കുറവുണ്ട്. എങ്ങോട്ടേക്കാണ് ഈ സമൂഹത്തെ നിങ്ങൾ കൊണ്ടുപോകുന്നത്? അരാജകത്വത്തിലേക്കാണോ? അനാർക്കിയിലേക്കാണോ? ലാൻഡ് ഓർഡറിൽ ആളുകൾക്ക് വിശ്വാസം നഷ്ടപ്പെട്ടാൽ പിന്നെ അനാർക്കിയാണ്. ഈ സോഷ്യൽ കോഡുകളിൽ ആളുകൾക്ക് വിശ്വാസം നഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും അരാഷ്ട്രീയം വന്നാൽ അനാർക്കിയാണ് ഉണ്ടാവുക. പിന്നെ അവിടെ പഴയ കാലത്ത് എന്തെല്ലാം ഉണ്ടായിരുന്നു. സഹോദരൻ സഹോദരിയെ കല്യാണം കഴിക്കുമായിരുന്നു, പിന്നെ വീട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കല്യാണം കഴിക്കുമായിരുന്നു. ഒരു കൂട്ടം ആളുകൾ കല്യാണം കഴിച്ച് ഒരു കൂട്ടം ആളുകൾ പരസ്പരം ലൈംഗിക വീഴ്ചയ്ക്ക് എല്ലാവരുമായി ലൈംഗിക വീഴ്ചയുമായിട്ട് ബന്ധപ്പെടുമായിരുന്നു. അങ്ങനെയൊക്കെ ചെയ്ത കാലം ഉണ്ടായിരുന്നു. അതെല്ലാം പോയി നമ്മൾ ഒരുപാട് മാനവരായി മാറി പരിഷ്കരിച്ച് ഒരുപാട് കാര്യങ്ങളുടെ നന്മയിലേക്ക് മനുഷ്യൻ വന്നില്ലേ? അങ്ങനെ നന്മയിലേക്ക് വന്ന മനുഷ്യർ ഇതൊന്നുമല്ല ശരി എന്ന് പറയുന്ന പുതിയ രൂപത്തിലേക്കാണ് മനുഷ്യർ പോയിക്കൊണ്ടിരിക്കുന്നത്. അത് എന്തിൻ്റെ പേരിലായാലും, സ്വാതന്ത്ര്യത്തിന്റെ പേരിലായാലും, കോടതി ചോദിച്ചതുപോലെ ഇങ്ങനൊരു അവകാശമില്ലേ? അങ്ങനൊരു അവകാശം രാഹുൽ മാങ്കൂട്ടത്തിനില്ല, ഒരു പൊതുപ്രവർത്തകനുമില്ല. കാരണം തൻ്റെ അധികാരം ഉപയോഗിച്ച്, പണം ഉപയോഗിച്ച്, തൻ്റെ പദവികൾ ഉപയോഗിച്ച് പെൺകുട്ടികളെയൊക്കെ ട്രാപ്പ് ചെയ്ത് അങ്ങനെ ഉപയോഗിക്കാൻ ഒരാളും ഒരു അവകാശവും കൊടുക്കുന്നില്ല. ഭരണഘടനാപരമായി ഈ പറയുന്ന പോലെ ചില സ്വാതന്ത്ര്യത്തെക്കുറിച്ച് നിയമത്തിന്റെ കണ്ണിൽ കാണും, ഇപ്പുറത്തത് കാണില്ല. അതുകൊണ്ട് തന്നെ ഷാഫി പറമ്പിലിന്റെ മൗനവും ഈ പൊതുരംഗത്ത് ചെറുപ്പക്കാരായി വരുന്നവർ കാണിക്കുന്ന പേക്കൂത്തുകളും ഈ നാടിനെ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത്? നിങ്ങളാണ് നാളെ മന്ത്രിയും മുഖ്യമന്ത്രിയും ഈ രാജ്യത്തെ പ്രസിഡന്റും വൈസ് പ്രസിഡന്റും ഒക്കെ ആയി വലിയ പദവികളിൽ എത്തേണ്ടത്. നിർഭാഗ്യവശാൽ ആരിലാണ് നമ്മൾ പ്രതീക്ഷ അർപ്പിക്കേണ്ടത്?